ബാംഗ്ലൂർ എങ്ങനെയുണ്ട്? ഓ ട്രാഫിക് മാത്രം സീന്, ബാക്കിയെല്ലാം അടിപൊളിയാ. നീ കൊറേ കാലത്തിന് ശേഷമല്ലേ ബാംഗ്ലൂർ വരുന്നത്? ഞാൻ എന്നാ വന്നേ ലാസ്റ്റ്? ചേട്ടന്റെ കോൺവെക്കേഷന് അന്നോ? അല്ല അത് കഴിഞ്ഞില്ല. ഇല്ല, അത് കഴിഞ്ഞാ വന്നിട്ടില്ല. അന്ന് വന്നതാ. അന്നാണെങ്കിൽ ഹോസ്പിറ്റലിലും അത് ഞാൻ അറിഞ്ഞായിരുന്നു കഥ. മഞ്ജുരി ചൂസ് ചെയ്തത്. ഹലോ, ഹായ്. PNT എവിടെ? PNT അത് PNT വന്നിട്ട് ഇതിലിരിക്കുക ആള്. കണ്ടുപിടിച്ച അതെന്താ സാധനം? എനിക്കറിയില്ലത്. ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഉറപ്പിക്ക്. എന്നാ ഇവിടെ നിന്ന് കളിച്ചു. എന്തൊക്കെ കാണിക്കണ്ട കേട്ടോ. നമ്മുടെ മില്ലിനിയലായത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതൊക്കെ മില്ലിനിയൽസ് ഭയങ്കര വിഷമമുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഉള്ള വീഴുന്നത് ഇതാ. മേടിക്കാൻ പൈസ പണ്ട് നമ്മള് കളിപ്പാട്ടൊക്കെ ഭയങ്കര വിലമുള്ള മേടിക്കുന്നതൊക്കെ പറഞ്ഞു. ആണോ? പറ്റി സ്കാം ആയിരുന്നത്. സത്യം, നമ്മളൊന്ന് വാശി പിടിച്ച് മേടിക്കുന്നതായിരുന്നു. സ്കാം ആയിരിക്കുന്നു. എനിക്ക് പിന്നെ മനസ്സിലായേ. എന്നിട്ട് പഠിപ്പിക്കേണ്ട സമയത്ത് അവർക്ക് 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കയ്യിലുണ്ട്. ആവശ്യമില്ലാണ്ട് കളയാ. ഇതൊക്കെ റെക്കോർഡ് ചെയ്യണ്ട കേട്ടോ. അല്ലേ? എന്നാ ഈ കളിപ്പാട്ടം 10 റുപ്യ ചോദിക്കുന്നില്ല. പ്രതിഷേധിക്കണം, നമ്മൾ പ്രതിഷേധിക്കണോ? പഠിപ്പിക്കാൻ കൊണ്ട് കുറെ കാശ് കിടന്നു. ഏറ്റവും വലുത് പറയടാ, അച്ഛൻ മേടിച്ചരാ. അച്ഛൻ കാണിച്ചരാ, അതിന് വേണ്ടി വാശി പിടിക്കുന്നു. മിക്കതും ഞാൻ തന്നെ പറയണ്ടേ. അച്ഛനും മനുപോയി വാങ്ങി നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്ത് സാധനം? ദോശ ഉണ്ടാവില്ല. ഇവിടെ ചുമ്മാ പറയുന്നതാ. ഇതാണോ ഗെയിം? ഓ, ഇത് ഒന്ന് എടുത്ത് മാറ്റണം. ഇതിന്റെ പേര് ഓ ഫൈൻ ഫൈൻ. ഇതിന്റെ പേരെന്താ? ജംഗ. നല്ല പേര്. ഞാൻ എടുക്കണോ? ഞാൻ വേണമെങ്കിൽ എന്റെ ആണോ? ഓക്കെ ഫൈൻ. എനിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ അതെടുക്കരുത്. നീ എന്ത്? ഞാൻ എടുക്കാം. മുകളിലല്ലേ വെക്കണ്ടേ? മുകളില വെക്കണ്ടേ? അല്ല, അതേ സൈഡിൽ തന്നെ വെക്കുന്നു. ആ, അത് ശരി. അത് ഞാൻ മണ്ടത്തരായിരുന്നു. നന്നായി. അപ്പൊ ഇത് നമ്മളെടുക്കുന്ന അടുത്താണ് വീഴുന്നത്. അവര് ഓക്കെ ഫൈൻ. ഞാൻ ചെയ്യണ്ടേ? ഞാനല്ലേ ഫസ്റ്റ്? ഇത് ആ ഭയങ്കര കളനാണ്. വെള്ളം ഇല്ല, ഞാൻ എടുക്കൂല. ഞാൻ ഭയങ്കരട്ടാ. എന്നെ പൊക്കാൻ ആദ്യം ആവശ്യമില്ല. ഞാൻ തന്നെ മതി. എന്റെ കളിയാണ് ഒരു കളി കളിച്ചിട്ട് അത് വീഴും. എന്നെ ഇവന് എന്ത് തുടർന്നേ? ഓ മാൻ. നീ ഇപ്പൊ തന്നെ തുടരല്ലേ? അവള് കളിക്കുന്നില്ലേ?
ഇനി വായേടിയ നീയാ ഇപ്പോഴും വല്ല മോശണ്ട വക്കീലായിരുന്നു. വക്കീലെ നന്നായിട്ട് വായേടി വക്കീല നല്ലത്. പക്ഷെ വായടിത്തരം മാത്രല്ല ഒരു കാര്യമില്ല, പഠിക്കും വേണം കുറച്ച്. ഈ വായെടുത്തരം ഉണ്ടായിരുന്നു, തെണ്ടിത്തരം ഉണ്ടായിരുന്നു. ചേട്ടന്റെ വക്കീലെ പഠിക്കും. അയ്യോടാ ഓൺലൈൻ ഇപ്പഴെടുത്തുടങ്ങിയ ഒന്നും കൂടെ പ്ലീസ്. അതെ കൊഞ്ചില കൊഞ്ചില കൊഞ്ചിലേ കൊഞ്ചിലായി. കൊഞ്ചിള എന്നിട്ട് നോക്ക് നോക്കി. ആ കാട്ടിലിട്ടൊക്കെ പോയി. അമ്മയുടെ അമ്മേനെ നോക്കി, അമ്മേനെ നോക്കി. അമ്മയല്ല മിൽക്ക് ബൂത്ത് എന്ന് വിളിക്കണം, എന്നാലും അവന് മനസ്സിലാവും. എന്നാലും അവന് മൈൻഡുള്ളൂ. ആ ഞാനും പഞ്ചു തമ്മിലുള്ള ഗെയിം യുദ്ധം അല്ലെങ്കിൽ നേരെ വെക്കണ്ടേ, ചിലപ്പോ താഴെ വീഴാനുള്ള സാധ്യത. പോരി യുദ്ധം യുദ്ധം. ഈശ്വര ഇതില്ലെങ്കിൽ തോറ്റ ചേട്ടാ കള്ളക്കളി ചേട്ടനെ കൂടെ കൂടിയിട്ട് ചേട്ടനോടൊപ്പം ഇങ്ങനെ ആകെ കളി. ഇത് പഞ്ചുന്റെ ബ്ലോഗ് ഔട്ട് അമ്മയ്ക്കത്. നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടെന്താ കാര്യം? നീ ഇപ്പൊ പോവേ. എനിക്ക് കഞ്ഞി തറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് കള്ളക്കളിയാ. എല്ലാ ഗെയിംസും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. എടി ഇവിടുന്ന് ഫ്രണ്ട് ക്യാം നല്ല രസത്തില് വർക്ക് ചെയ്യൂട്ടോ. ഇന്ന് കുറച്ച് ലൈവ് ആണല്ലോ. അനിയത്തി വന്നിട്ടാണോ? ഇന്ന് കുറച്ച് ലൈവ് ആണല്ലോ. ഒന്നല്ല, അടുത്ത ഗെയിം എടുത്തിട്ട് വരുന്നുണ്ട്. എന്താ സാധനം? അത് കുഴപ്പമൊന്നുമില്ല. ഇതെന്താ ഗെയിം? എന്താ ഇവിടെ ഒരു കരി വിൽക്കും, ഇവിടുന്ന് വലിച്ച് ആ കോട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ ഒരു പറഞ്ഞു ക്യാരംസ് പോലെ. അവിടെ നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ക്യാരംസിൽ വളരെ വീക്കാണ്. അന്ന് കാരൻസ് പറഞ്ഞു പോയി. അത് നടക്കില്ല. ക്യാരംസ് എവിടെയില്ല, ക്യാരംസ് മുകളിലാ. നമുക്ക് പിന്നെ പോവാത്. മുകളുണ്ട്. നമുക്ക് ചേട്ടൻ എവിടെ? ചേട്ടൻ വേണം. എന്തൊന്നും ശരിയാവാത്ത ഇപ്പം ഭയങ്കര ദിവസം ക്യാരംസ് അപ്പുറത്തെ ജില്ലയിലെത്തി. വേറെ ഉണ്ടായില്ല. ഇവിടെ ഗോപി ഹാൻഡ്സം ഹോട്ട് ആൻഡ് സ്പൈസി അല്ലേ? ഗോപി ഒന്നും കേൾക്കണില്ലല്ലോ. എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബർഗറൊക്കെ അതെ, ചെറിയ സ്മോൾ സ്മോൾ പീസസ്. നിന്നെ വിളിപ്പ് ഒരുപോലെ കാണാൻ, നിന്നെ വിളിപ്പ് ഒരുപോലെ കാണാൻ പഞ്ചുനെ. അപ്പൊ അച്ഛൻ ബുക്ക് ചെയ്ത് എങ്ങനെയാണ് ചേട്ടൻ ഞങ്ങൾ ഉപദ്രവിക്കാറ് എന്നുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ചേട്ടൻ കുറച്ച് ക്രൂവൽ മനുഷ്യൻ. അപ്പൊ പണ്ട് ഞങ്ങള് അവിടെ ഇങ്ങനെ സ്ക്വയറില് വെള്ളം കെട്ടി നിർത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ മഴ പെയ്യുമ്പോ ഞങ്ങൾ അവിടെ തുണി വെച്ചിട്ട് വെള്ളം കെട്ടി വെള്ളം കെട്ടി നിർത്തണ എവിടെയെന്നറിയോ?
വീടിന്റെ ടെറസിന്റെ മുകളില് അവിടെ വെള്ളം വീണിട്ട് വെള്ളം ഒലിച്ചു പോണം, അല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടന്നിട്ട് ഇതാവും. താഴത്തേക്ക് ഇങ്ങനെ വരും. താഴത്തേക്ക് വരാന്ന് പറഞ്ഞാൽ കുറെ നാള് വെള്ളം കെട്ടി ഇവരെന്ത് ചെയ്യും, ഇത് അടയ്ക്കുകയും അതുപോലെയുള്ള കുറെ പേപ്പർ ഇതൊക്കെ വെച്ചിട്ട് ഈ ഫോൾ അടയ്ക്കും. അല്ല അവിടെ അതിങ്ങനെ ശരിക്കും ഒരു പോണ്ട് പോലെ എന്റെ വീടിന്റെ അവിടെ അപ്പൊ അത് എത്ര മഴ പോകാൻ അല്ലാണ്ട് വർഷങ്ങൾക്കൊന്നുമില്ല. ഇപ്പൊ സാധനം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി തടക്കുന്നത്, പിന്നെ പൈപ്പ് ബ്ലോക്കായ പൈപ്പ് അടിക്ക് ഇങ്ങനെ പൈപ്പ് പോയിട്ടുള്ളത് അത് ഉള്ളിൽ കൂടെ ഇല്ല, ബ്ലോക്ക് ആയാലോ. അപ്പൊ തന്നെ മഴ അന്ന് നല്ല മഴയായിരുന്നു. അപ്പൊ ഞങ്ങള് കളിച്ച് ഞാനും ഇട്ട് നമിച്ചേച്ചി ദൂരത്ത് ഞങ്ങൾ 4 ആളും ചേട്ടനും കൊണ്ട് അമ്പയുണ്ട് അപ്പനച്ഛനുണ്ട്. അപ്പൊ ഇവര് 4 ആളും താഴെ ഒരു വലുതല്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കട്ടെ വെള്ളത്തിന് ഞങ്ങൾ തോന്നിട്ടൊക്കെ ഫുൾ ഭയങ്കര കളിയായിരുന്നു. മഴയും ചെറുതായിട്ട് പെയ്യുന്നു. അപ്പൊ അമ്പയി പറഞ്ഞു വിട്ടിട്ട് ചേട്ടനോട് പറഞ്ഞത് മഴയൊക്കെ കളിക്കണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇല്ല കളിക്കില്ല. അപ്പൊ ഒരു തവണ ചേട്ടൻ നമ്മൾ പറഞ്ഞു, അതുപോലെ 2ാമത്തെ തവണ പിന്നെയും വന്നു. 2ാമത്തെ തവണ പിന്നെയും വന്നു. നിങ്ങൾക്ക് ഇവിടെ ഇതാണല്ലേ പണി, ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാനൊരു 4th പഠിക്കുമ്പോ ചേട്ടൻ എത്രയാ അത്രയാണ്ടുള്ളൂ. അത്രയും കടേ ഉള്ളൂ. നല്ല അത്ര ഉണ്ട്. 4th അല്ല കേട്ടോ, ഒരു 6th ആണെന്ന് തോന്നുന്നുണ്ട്. 6th ഇപ്പോഴും വിട്ടു ഇത്തിരി വലുതാണ്, കുറച്ച് വലുതാണ്. എന്നിട്ട് ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടോ, അമ്പയോട് പോയി പറഞ്ഞു. അപ്പൊ ഞങ്ങള് ചേട്ടൻ പറഞ്ഞു എന്നാ ശരി നിങ്ങൾ കളിച്ചോ, കളിക്കും മക്കളെ കളിക്കുന്നു പറഞ്ഞിട്ട് പോയിട്ടാ. എന്നിട്ട് ഞങ്ങള് കുറച്ച് പറഞ്ഞാണ് കളിക്കണ്ട എന്തോ ആയിക്കോട്ടെ ഞങ്ങള് താഴത്തേക്ക് പോയപ്പോ സ്റ്റെപ്പിന്റെ അവിടെ അമ്പയി വടി പിടിച്ച് നിൽക്കുക. അപ്പൊ ചേട്ടൻ മറ്റേ മീശമാധവന്റെ പിള്ളച്ചന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കില്ലേ, ആ സാധനം ആദ്യം പിന്നെ നമ്മച്ചേച്ചി കിട്ടി. എനിക്ക് കിട്ടി 200 പൊട്ടിക്ക് എല്ലാത്തിനും നിരത്തി അടിയിട്ട്. എന്നിട്ട് ചായ കുടിക്കാൻ കണ്ണീര് തുടച്ചിട്ട് കുടിച്ചോന്ന് ഡയലോഗ് ഭയങ്കര ഭാര്യയായിരുന്നു പറയോ. അമ്പയിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ. അപ്പൊ അത് കാരണം മൂപ്പരാള് പോയിട്ട് അമ്പയോട് ആദ്യം പോയി പറഞ്ഞു. പിന്നെ അത് ശരിക്കും ഇങ്ങനെ പിന്നുണ്ട് ഇങ്ങനെ പഠിക്കും. അതല്ല ഇങ്ങനെ വിളിച്ചിട്ട് സാധനം. പിന്നെ എന്തെല്ലാം വിളിച്ചിരുന്നു കാർബാദം. അത് എന്താന്ന് ഞാൻ പറയുന്നത് ഇവള് സംസാരിക്കുമ്പോ തുപ്പല് വരക്കും. അപ്പൊ കാർമേഘം മഴ പെയ്യുന്ന മതി തുപ്പൽ തെറിച്ചോണ്ടേയിരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടാ, അങ്ങനെ വിളിച്ചില്ല. ഇവള് ആദ്യമായിട്ട് കോടതി പോയിട്ട് ജഡ്ജി ഞാൻ മോൻ കഴിച്ചിടാ അതിലുമ്പോ അത് മറ്റേ വൈപ്പറില്ലേ കർണാടകയുടെ വൈപ്പർ വെക്കുന്ന 3 days ജഡ്ജി ഞാൻ മോൻ കഴിച്ചിട്ട് വരാം. അങ്ങനെയാണ് എനിക്ക് വേറെ പല കഥകൾ പറയാം. ചേട്ടൻ കുടിച്ചു വന്നുണ്ടല്ലോ ശരിയാക്കി അപ്പാപ്പന്റെ ഒരു 30 വർഷം പഴകിയ തോർത്തുണ്ട്. അതെടുത്ത് കുളിക്കാൻ പോയി ഇപ്പോഴും കുറവൊന്നുമില്ല. അതന്നെയാണ് 3 തോർത്തുണ്ട്. അതിന് ഏറെ പഴയത് അതെങ്ങനെ കൊണ്ടുവരും. എനിക്ക് തോർത്തില് 3-4 ഒരെണ്ണം ബാക്കിലോട്ട് കറക്റ്റ് തിരിഞ്ഞു അത് ബാക്കിലോട്ട് നീ ബർഗർ കഴിക്ക് പഞ്ചോ, ബർഗർ കഴിച്ച് പെട്ടെന്ന് കഴിക്ക്, വയ കുത്തി കയറ്റതൊക്കെ. അത് ഇപ്പോഴും ഞാൻ അനുസരിച്ച് പോലും ഇതെത്ര ഇപ്പോഴും ഇതൊക്കെ വലുതായിട്ടാ. അത്യാവശ്യം പ്രായട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടോ കുരുവൊക്കെ ഉണ്ടായിരുന്നു മൂത്ത്. അത് 9ാം ക്ലാസ് അല്ല എനിക്ക് +2 കുരുവൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ സാഫ്രാൻ ആയുർവേദത്തിന് പഠിക്കാൻ പോകാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ തന്നെ ദുർക്കുട്ടിക്ക് അന്ന് മുഖത്ത് കുരു ഉണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് കുരു പോവാനുള്ള മരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നു. ഇതിലാണല്ലോ പോണത്, വാസത്തിന് വേണ്ടി തിരിച്ചുവരാണല്ലോ. ഇത് മറ്റേ ട്രൈബൽ സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് തമ്മിച്ചിട്ട് എനിക്ക് തടി കുറയാനുള്ള എന്തെങ്കിലും മരുന്ന് വേണം. ഞാൻ പറഞ്ഞു എനിക്ക് ഭംഗി വെക്കാനുള്ള എന്തെങ്കിലും മരുന്ന്. പക്ഷെ ഇപ്പൊ ചേച്ചി അത്
കൊണ്ടുവന്നൊക്കെ അറിയുമ്പോ ഭയങ്കര ഓ സന്തോഷം. അങ്ങനെ. ചേച്ചി അങ്ങനത്തെ പ്രോഡക്ട്സ് അല്ലേ പ്രോഡക്ട്സ് നീ എന്തൊന്നും വാങ്ങുന്നില്ലല്ലോ എന്ന് ഞാൻ എന്നെ മേടിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് മേടിക്കാനാണ് പറ്റുന്നത്. ഞാൻ മേടിക്കുന്നുണ്ട്. അങ്ങനെ പ്രീ ഓർഡർ ചെയ്യണം എന്നൊരു ആണോ അങ്ങനെയുണ്ട്. എന്താ അറിയോ, നമ്മള് നേരത്തെ ഉണ്ടാക്കി വെക്കില്ല, സ്മോൾ ബാച്ച് ആയിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പം എന്താ കാരണം വെച്ചാൽ ഇപ്പൊ കുറെ ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ സെയിൽസ് നടക്കുന്നില്ല. അപ്പം വെറുതെ വേസ്റ്റ് ആവുക ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ